മാതൃകയാകാനാണ് ഞാൻ അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു പ്രബോധകൻ നേരത്തെ സലായി പറഞ്ഞ പോലെ ഏറ്റവും മാതൃകയായ, മുനവർ സലായി പറഞ്ഞ പോലെ ഏറ്റവും മാതൃകയായ ഒരു വ്യക്തി. അപ്പം അള്ളാഹിൻ്റെ റസൂൽ ആരാണ്? ഏറ്റവും വലിയ മാതൃകയാകേണ്ട ഒരു വ്യക്തി. എന്നിട്ട് അള്ളാഹു പറയാണ്, എന്നിട്ട് പറയണത് അങ്ങ് മുബശ്ശിറൻ വനദീറ, അങ്ങ് താക്കീതുകാരനാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. അപ്പം ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ അറിയോ? സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന പ്രഭാഷകൻ, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന പ്രഭാഷകൻ. ഇതാണ് ഒരു പ്രബോധകന്റെ കാതലായ വശം. അടുത്ത വാചകം എന്താ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത വാചകം എന്താ? ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഒരു അവസ്ഥ ഈ ആയത്ത് വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ദയവ് ചെയ്ത് ഈ ഖുർആന്റെ വചനങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. ഖുർആനിലെ 33-ാം അധ്യായം 46-ാമത്തെ വചനം എന്താ അറിയോ? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അള്ളാന്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകൻ, ദായി. അങ്ങ് ആരാണ്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദായി. എന്നാൽ ഇന്ന് കേരളത്തിലെ സമസ്തയുടെ പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താ? അവർ CM മടവൂരിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരൊറ്റ പ്രബോധകനും ഇരു സമസ്തകളിൽ ഒരാൾ പോലും ഇല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഗൗരവമായി ചിന്തിച്ചോ? ഖുർആൻ 114 അധ്യായം വായിച്ചാൽ അമ്പിയാക്കളും മുഴുവനും അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവരാണ്. നിങ്ങൾ സൂറത്ത് ഇബ്രാഹിമിലെ ഒരു വചനമാണ് ഞാൻ ആദ്യം പറഞ്ഞു, 1-ാമത്തെ വചനം. സൂറത്ത് ഇബ്രാഹിമിൽ 52 വചനമുള്ളത്. സൂറത്ത് ഇബ്രാഹിമിൽ 52-ാമത്തെ വചനം എന്താ അറിയോ? ഹാദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ്. ഒന്ന് അർത്ഥം വെച്ച് നോക്കി നിങ്ങൾ. ഹാദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള ഉത്ബോധനമാണ്. എന്നിട്ടോ ഹാദാ ബലാഉൽ ലിന്നാസ്, ജനങ്ങൾ വലിയുൻദിറു ബിഹി, ഇതുകൊണ്ട് താക്കീത് നൽകാൻ. വലിയഅലമു, വലിയസ്മഉ എന്നല്ല, വലിയഅലമു, അവർ അറിയുന്നതിന് വേണ്ടി. അന്നമാ ഹുവ ഇലാഹും വാഹിദ്, അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ആശയം അറിയിക്കാനാണ് ഈ ഗ്രന്ഥം. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഖുർആനിൻ്റെ അനുയായിയായ കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന എന്താ? ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറഞ്ഞാൽ അത് CM മടവൂരാണ്. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. എന്തൊരു ഇരുട്ടാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സൂറത്ത് യൂസുഫ് 12-ാം അധ്യായത്തിലെ 108-ാമത്തെ വചനം നോക്കൂ. 12-ാം അധ്യായത്തിലെ 108-ാമത്തെ വചനം. ആ 108-ാമത്തെ വചനത്തിൽ എന്താ ഉള്ളത്? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ 108-ാമത്തെ വചനത്തിൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, കുൽ ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ മാർഗം. നബിയുടെ ദൗത്യം റസൂലുള്ള പ്രഖ്യാപിക്കാൻ, ഇതാകുന്നു എൻ്റെ മാർഗം. കുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. എന്ത് ക്ലാരിറ്റിയാണ് ആ ഖുർആന്റെ വചനത്തിന്. ഞാനും എൻ്റെ കൂടെയുള്ള സഹാബത്തും നിങ്ങളെ ക്ഷണിക്കുന്നത് ദർഗയിലേക്കല്ല, നിങ്ങളെ ക്ഷണിക്കുന്നത് വലികളുടെ കറാമത്തിലേക്കല്ല, നിങ്ങളെ ക്ഷണിക്കുന്നത് ഔലിയാക്കളുടെ മുഅ്ജിസത്തിലേക്കല്ല, നിങ്ങളെ ക്ഷണിക്കുന്നത് ഏകനായ റബ്ബിലേക്കാണ്. അതും അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടെ, ദൃഢബോധ്യത്തോടെ, പ്രമാണത്തോടെ, തെളിവോടെ നിങ്ങളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ്? നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. നോക്കൂ, 2 ഖുർആനിക വചനം ഞാനിവിടെ പറഞ്ഞു. ഇനി ഈ 2 ഖുർആനിക വചനം കാന്തപുരത്തിന് മരിക്കുന്നവരെ ഉദ്ധരിക്കാൻ കഴിയുമോ? ഇതിങ്ങനെ കൃത്യമാക്കി പറയുന്നതിനറിയോ? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സഖാഫിക്ക് ഈ 2 വചനം ഉദ്ധരിച്ചിട്ട് ഈ സഖാഫത്ത് സുന്നിയിലെ പണ്ഡിതന്മാരുടെ ദൗത്യം അള്ളാഹുലേക്ക് ക്ഷണിക്കലാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവുമോ? ചിന്തിക്ക്. എവിടെയാണ് നമ്മുടെ സമുദായം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തുൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഖുർആന്റെ 16-ാം അധ്യായം 125-ാമത്തെ വചനം. അള്ളാഹുവിലേക്ക് തത്വദീക്ഷിതയോടെ, സതുപദേശത്തോടെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞിട്ട് CM മടവൂരിലേക്കാണ് ക്ഷണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ 3-ാമത്തെ ക്ലിപ്പ് ഒന്നിട്ടാ, മൊയ്ലിയാരെ ക്ലിപ്പിൽ. പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ.
നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമോ? ഞാൻ ഈ ക്ലിപ്പ് ആദ്യ ദിവസം കേട്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു ദുർബലതയായിട്ട് നിങ്ങൾ കണ്ടോളൂ. ഇതിൽ എത്ര കുഫ്രാളുള്ളതെന്ന് അറിയാം നിങ്ങൾ? ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന എത്ര വലിയ കുഫ്രാളുള്ളതെന്ന്, എത്ര ഖുർആനിൻ്റെ വചനത്തെയാണ് അയാൾ ഖണ്ഡിക്കുന്നത്. ഈ ഒരൊറ്റ ക്ലിപ്പിട്ടാൽ 3.5 മണിക്കൂർ ആ ക്ലിപ്പിൽ മാത്രമുള്ള വൈരുദ്ധ്യം ആയത്ത് കൊണ്ട് പറയാൻ പറ്റും. നിങ്ങൾ, ഞാൻ ഒന്നുകൂടി പറയുന്നു, കുറഞ്ഞ കാര്യമാണെങ്കിലും ആഗ്രഹം കൊണ്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ ആ ക്ലിപ്പ് ഒന്നുകൂടി കേൾക്കി. സഹോദരന്മാർ കുറച്ച് വോളിയം കൂട്ടിയിട്ട് ആ ക്ലിപ്പ് ഒന്നുകൂടെ കേട്ടു നോക്കി. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതേ ക്ലിപ്പ് ഒന്നുകൂടെ ഇട്ട് കൊടുത്താട്ടെ. പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്. ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചുണ്ടോ ആ പറഞ്ഞ എന്താണ്? അതായത് അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് പൂർണ്ണമായിട്ട് അള്ളാഹിനെ പൂർണ്ണമായിട്ട് മാറ്റി വെച്ചു. ആ അള്ളാഹിൻ്റെ സ്ഥാനത്ത് CM മടവൂരിനെ കുടിയിരുത്തി. നിങ്ങൾ എന്താ പറയുന്നത്? ദുനിയാവിൽ എന്ത് ഖൈറുണ്ടോ അതൊക്കെ നൽകുന്നത് ആരാ? നിങ്ങൾ ആലോചിച്ചു. അതൊക്കെ നൽകുന്നത് എൻ്റെ റബ്ബ എന്ന് പറയേണ്ട ഒരു മുഅ്മിൻ, താടി വെച്ച തലപ്പാവുള്ള ഒരാള്, പച്ച കുഫ്ർ വിളിച്ചു പറയാ എന്ത്? ഈ ദുനിയാവിൽ എന്ത് ഖൈറുണ്ടോ അത് മുഴുവനും എനിക്ക് തരുന്നത് CM മടവൂരാണ്. ആഖിറത്തിൽ എന്ത് ഖൈറുണ്ടോ അത് മുഴുവനും നൽകുന്നത് CM മടവൂരാണ്. ഇസ്ലാം എന്ന് പുറത്തു പോയ അയാൾ മുസ്ലിം അല്ല. അയാൾ മുസ്ലിം എന്ന് പോലും പറയാൻ പറ്റില്ല. മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഇത്ര വലിയ നന്ദി കെട്ട ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്. ഈ നിങ്ങൾ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ് എന്ന് വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്. ഒരു കുതിര യജമാനനോട് കാണിക്കുന്ന നന്ദി. പക്ഷെ മനുഷ്യൻ അത്രയില്ല. നന്ദി കെട്ട മൊയ്ലിയാർ. ആലോചിച്ചൊക്കെ, നന്ദി കെട്ട മൊയ്ലിയാർ. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ സൂറത്ത് ബഖറയിലെ 202, 203, 204 ഈ ആയത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എന്താ ദുആ? നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ദുആ, അതായത് മക്കയിൽ പോയാൽ ഹറമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ദുആകളിൽ ഒന്നാണ് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. എന്താ അതിൻ്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന ഫിദ്ദുന്യ, ഈ ദുനിയാവിൽ നല്ലത് തരണം, വഫിൽ ആഖിറ, ആഖിറത്തിലും നല്ലത് തരണം, അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും നല്ലത് തരണം എന്ന് നമ്മൾ ദുആ ചെയ്യേണ്ടത് ആരോടാ? അള്ളാഹിനോടാണ്. മൊയ്ലിയാർ പറയുന്നത് എന്താ? CM മടവൂരിനോടാണ്. റബ്ബന എന്നുള്ള സ്ഥാനത്ത് CM മടവൂരിൻ്റെ ചിട്ടടി മീത്തൽ അബൂബക്കറെ, ദുനിയാവും ആഖിറവും തരുന്നത് നീയാണ് എന്ന് നമ്മളോട് ദുആ ചെയ്യാൻ പറയാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലായോ? ഈ സമുദായം എത്ര വലിയ ഇരുട്ടിലാണ് നിങ്ങൾക്ക് മനസ്സിലായോ? തീർന്നില്ല. നിങ്ങൾ സൂറത്ത് യൂസുഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ദുആ, എന്നിട്ട് നിങ്ങൾ ഇയാളുടെ ക്ലിപ്പായിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന് യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. നിങ്ങൾക്ക് മുസ്ലിയാർ ഈ നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് അവർ വഞ്ചിക്കുന്നതെന്ന് മനസ്സിലാകാനും ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകാനും 12-ാം അധ്യായത്തിൻ്റെ 101-ാമത്തെ വാചകം, 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാചകം, ഈ 2 വചനവും ഞാൻ നിങ്ങൾക്ക് തൽക്കാലമായി ഒരുപാട് ആയത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഈ 2 എണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു ഖുർആനിക വചനം കൂടെ ഞാൻ ആഡ് ചെയ്യും. സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനം. ഈ 3 വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒന്നാമതായി സൂറത്ത് യൂസുഫിൻ്റെ 101. റബ്ബി, തുടക്കം തന്നെ അങ്ങനെയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവിൽ നോക്കണം പടച്ചോനെ, നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി. അപ്പൊ യൂസുഫ് നബിക്ക് രാജാധികാരം നൽകിയത് ആരാ? യൂസുഫ് നബീൻ്റെ ബാപ്പ ഒരു നബിയായിരുന്നു. ആ നബിയല്ല, അതിന് മുമ്പ് കഴിഞ്ഞു പോയ നബിമാരുണ്ട്, അവരല്ല, മലക്കല്ല, ജിന്നല്ല. പിന്നെ രാജാധികാരം നൽകിയ റബ്ബേ നീയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, രാജാധികാരത്തിൽ നിന്ന് നീ എനിക്ക് നൽകി, സ്വപ്ന വ്യാഖ്യാനവും നീ എനിക്ക് നൽകി. എന്നിട്ട് പറയുന്നത് എന്താ? അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ രക്ഷാധികാരി.
ദുനിയാവിൽ എനിക്ക് എന്തുണ്ടോ അത് തരുന്നു നീ തന്നെ, ആഖിറത്തിൽ എനിക്ക് എന്തുണ്ടോ അത് തരുന്നു നീ തന്നെ. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ യൂസുഫ് നബി ഈ മൊയ്ലിയാരെ കണ്ടുമുട്ടിയാൽ, ചിന്തിക്കാൻ വേണ്ടിയാണ്, ഈ മൊയ്ലിയാരെ യൂസുഫ് നബി കണ്ടുകിട്ടിയ മുസ്ലിമായിട്ട് അംഗീകരിക്കുമല്ലേ? നിങ്ങൾ ചിന്തിച്ചോളൂ. മാത്രമല്ല, സൂറത്ത് അംബിയ 21-ാം അധ്യായം 73-ാമത്തെ വചനം, വല്ലം ഖുർആൻ കൊണ്ട് പറയാട്ടോ. 21-ാം അധ്യായം 73-ാമത്തെ വചനത്ത് പറയണതോ, വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. നമ്മുടെ കൽപ്പന പ്രകാരമുള്ള റോൾ മോഡലായിട്ടാണ് പ്രവാചകന്മാരെ അയച്ചത്. ആ പ്രവാചകന്മാർ നമ്മളോട് പറയുന്നതറിയോ, ദുനിയാവിലോ ആഖിറത്തിലോ എന്തുണ്ടോ അത് മുഴുവനും നമുക്ക് നൽകുന്നത് അള്ളയാണ്. ഒരു മിസ്കാല ദർറത്ത് ഖൈറ് അള്ളയാണ് നൽകുന്നതെന്ന് വിശ്വസിച്ചാൽ അക്കീദ ക്ലിയറാവും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹിൻ്റെ റസൂലിനോട് വരെ ചില വാചകങ്ങൾ സഹാബത്ത് പറഞ്ഞപ്പോൾ തിരുത്തി കൊടുക്കുക ചെയ്ത നബി. അള്ളയും പിന്നെ റസൂൽ എന്ന് പറഞ്ഞപ്പോൾ പോലും, അള്ളാഹു റസൂൽ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ പോലും അള്ളാഹുവിൻ്റെ റസൂൽ തിരുത്തി കൊടുക്കുക ചെയ്ത്. ഇനി നിങ്ങൾ സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനം എന്താ? വൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട്. അല്ലാഹ് പറയാ, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട്, അതിനോട് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാനത് വർദ്ധിപ്പിച്ചിരും. ഇനി നിങ്ങൾ ഈ മുസ്ലിയാരെ വാക്ക് പ്രകാരോ CM മടവൂർ ദുനിയാവിൽ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, ആഖിറത്തിലും തന്നിട്ടുണ്ട്. അപ്പം അത് വർദ്ധിപ്പിച്ച് തരേണ്ടത് ആരാണ്? CM മടവൂരാണ്. അപ്പം തേടേണ്ടത് ആരോടാണ്? CM മടവൂരിനോടാണ്. എത്ര ഗുരുതരമായ ശിർക്കിൽ! ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഈ ഭാഗം, ഞാൻ ഈ പറയുന്ന ഭാഗം പ്രത്യേകം കട്ട് ചെയ്ത് നിങ്ങൾ സമസ്തയുടെ ഗ്രൂപ്പിലിട്. ഒരുപാട് മനുഷ്യന്മാർക്ക് വിളിച്ചുണ്ടാവും. എനിക്ക് ഉറച്ച വിശ്വാസമാണ്. കാരണം അള്ള പടച്ച കൽബ അവൻ്റെ അടുത്തുള്ളത്, മൊയ്ലിയന്മാർ പടച്ച കൽബല്ല. അത്രമേൽ വലിയ ശിർക്കിലാണ് ഈ സമുദായം അല്ലേ? എന്നിട്ട് എന്താ നമ്മുടെ ഉമ്മത്തിൻ്റെ ദൗത്യം എന്താ? അവിടെ ലോക മുസ്ലിമീൻ പണ്ഡിതന്മാരുടെ ദൗത്യം എന്താ? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ നൗഷാദ് അഹ്സനിയുടെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടതായിരിക്കും ഒരു പക്ഷേ. അതിൽ 5-ാമത്തെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടാൽ ശരിക്കും നമ്മൾ പറഞ്ഞാൽ ദുഃഖിച്ചു പോകും. നമ്മൾ ഈ ഉമ്മത്ത് മുദബ്ബിറുൽ അംറാണവർ, മുദബ്ബിറുൽ ആലമാണവർ. അന മുദബ്ബിറുൽ ആലം എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ആളാണ് മടവൂർ ശൈഖുന. അത് മനസ്സിലാക്കണം. ഒരു ഇല വീഴുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയുന്നുണ്ട്. ഇവിടെ ഒരു സസ്യം മുളക്കണമെങ്കിൽ, ഒരു മഴ വർഷിക്കണമെങ്കിൽ ഞാൻ അറിയാതെ സംഭവിക്കൂല എന്ന് പറഞ്ഞ വലിയ ഹദറത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചോളണം. പ്രിയപ്പെട്ടവരെ, എന്താ ഈ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം അയാൾ പറയുന്നത് അന മുദബ്ബിറുൽ ആലം എന്ന് CM മടവൂർ പറഞ്ഞു എന്നാ. ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതിന് ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല. ഇനി അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക എങ്കിൽ അദ്ദേഹം മുസ്ലിമും അല്ല. എന്തുകൊണ്ട്? പ്രമാണം വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട്? നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ക്ലിപ്പ് കേട്ട ആദ്യ ദിനം വിശുദ്ധ ഖുർആൻ മുഴുവനും പരിശോധിച്ച് നോക്കി. അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ ഒരു വലിയ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? സ്ത്രീകളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ ഒരു വലിയ ലോകത്ത് അതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ? രണ്ടാമത്തത് അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ ഒരു നബി, ഒരു പ്രവാചകൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഞാൻ എവിടെയും കണ്ടില്ല. CM വലിയുള്ള എന്നാണല്ലോ പറയുന്നത്. CM മടവൂരിനെ പറ്റിയാണല്ലോ പറയുന്നത്. അദ്ദേഹം പറയുന്നത് അന മുദബ്ബിറില്ല, ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആകത്തുക. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തെ സചേതനവും അചേതനവുമായ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മമായ സകലതിനെയും നിയന്ത്രിക്കുന്നത് ആരാണ്? സ്വന്തം ഹൃദയം നിയന്ത്രിക്കാൻ കഴിയാതെ മരിച്ചുപോയ CM മടവൂരാണ്. ശ്രദ്ധിക്കണേ, നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ഇങ്ങക്ക് കേൾക്കണോ? അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ ആരെങ്കിലും ലോകത്തുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഖുറാനിൽ ഒരാളുണ്ട്. അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ ഒരാൾ ഖുറാനിലുണ്ട്. അത് നമുക്ക് ഖുറാനിൽ കാണുകയും ചെയ്യാം. ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുക്കുമുൽ ആല, അന റബ്ബുക്കുമുൽ ആല. അങ്ങനെ പറഞ്ഞ ഒരാളുണ്ട്. അതൊരു പച്ച കാഫറായിരുന്നു. പച്ചവെള്ളത്തിൽ അള്ളാഹു പെരിച്ചായിനെ കൊല്ലുന്ന മാതിരി മുക്കിക്കൊന്ന് ഒരു പച്ച കാഫർ. ആ കാഫർ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞാനാണ് ലോകത്തിൻ്റെ തമ്പുരാൻ, ഞാനാണ് ഇതൊക്കെ ഈ നൈൽ നദി എൻ്റെ നിയന്ത്രണത്തിലല്ലയോ? അവർ ചോദിച്ച ചോദ്യം. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു കാഫറിൻ്റെ തൊള്ളേന്ന് വന്ന വാക്ക് എങ്ങനെ ഒരു വലിയൻ്റെ തൊള്ളേന്ന് വരും? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ.
ഈ ഇരിക്കുന്ന നമ്മളാരും സി എം മടവൂരിനെ വിളിക്കാത്തവരാണെന്ന് ഞാൻ വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും അനുഗ്രഹീതരാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ. നമുക്ക് ഇപ്പോൾ വീടില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നവരുണ്ട്, രോഗം വന്നതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നവരുണ്ട്, മക്കൾക്ക് അസുഖമായതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നവരുണ്ട്. എന്തിന് ദുഃഖിക്കണം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മനസ്സ് അല്ല നമുക്ക് തന്നിട്ടുണ്ടേ. വേറൊന്നും വേണ്ട സുഹൃത്തുക്കളെ, വേറൊന്നും വേണ്ട. പിന്നെ അയാൾ രണ്ടാമത് പറയുന്നത് എന്താ? ഒരു ഇല കൊഴിയുന്നില്ല സി എം മടവൂർ അറിയാതെ. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. സൂറത്ത് അൻആമിൽ 6-ാം അധ്യായം 59-ാമത്തെ വചനം എന്താ അറിയോ? ഒരു ഇല കൊഴിയുന്നില്ല അള്ളാഹു അറിയാതെ എന്നാണ്. അപ്പൊ ഇവിടുന്ന് നൗഷാദ് ഹുസൈനി പറയണോ ഒരു ഇല കൊഴിയുന്നില്ല സി എം മടവൂർ അറിയാതെ. രണ്ടല്ല ഉണ്ടായോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ലോകമേ, ശരിക്കും നമ്മൾ ആലോചിക്കുക, എവിടേക്കാണ് ഈ ഉമ്മത്ത് പോകുന്നത്? ഇപ്പോൾ പകരയിലെ ഒരു മുഹമ്മദ് ഹസനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഫോളോ ചെയ്തു നോക്കി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ജീവിതത്തിൽ ഒരു 10-60 വയസ്സിൻ്റെ മേലൊക്കെ ഉണ്ടാവില്ലേ അയാൾക്ക്? ആ മുഹമ്മദ് ഹസനി എന്ന് പറഞ്ഞാൽ ഒരു 10-60 വയസ്സിൻ്റെ മേലെങ്കിലും അയാൾക്ക് ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹിനെ പറ്റി ഒരു മിനിറ്റ് ജീവിതത്തിൽ പ്രസംഗിക്കാത്ത ഒരു പൗരനായിട്ട്, വട്ടത്താടി, നല്ല തലപ്പാവ്, കാണാനൊക്കെ സുമുഖൻ, കണ്ണൊക്കെ സുർമയൊക്കെ ഇട്ട് നല്ല മൊഞ്ചൻ, ഉടലോടെ നരകത്തിൽ എല്ലാ കാലത്തും ഇരിക്കാൻ മാണ്ടും ഇത്ര പൂതിയുള്ളൊരു ജന്മം. ഒരു മനുഷ്യൻ നരകത്തിലേ പോകുമെന്ന് പറയുകയും ഞാൻ ആളുകളെ നരകത്തിലേക്ക് ക്ഷണിക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന ഭീകരത. ഇത് ഞാൻ പറയുമ്പോൾ ഇനി അമാനുവലയുടെ തഫ്സീർ വെച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. സൂറത്ത് ഖസസ് കഴിഞ്ഞ് സൂറത്ത് അങ്കബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സൂറത്ത് ഖസസിലെത്തിയപ്പോൾ 28-ാം അധ്യായത്തിൻ്റെ 41, 40-ാം അധ്യായത്തിൻ്റെ 41, ഈ 2 ഖുർആനിക വചനം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒന്നുകൂടെ പറയാം. 28-ാം അധ്യായത്തിൻ്റെ 41 അതിന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ അതൊന്നിങ്ങനെയാണ്. 28-ന്റെ 41 ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് അത്ഭുതം. അല്ലാഹ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. പടച്ചോൻ ശരിക്കും ഓരോരുത്തരെയും കരുതിക്കോളി എന്നല്ലാഹു പറഞ്ഞു. വജഅൽനാഹും അയിമ്മത്തൻ യദ്ഊന ഇലന്നാരി. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരെ നാം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കി. കാന്തപുരത്തിനെ കുറിച്ച്, ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ച്, ഈ മുഹമ്മദ് ഹസനെ കുറിച്ചൊക്കെ പറയുന്നത് അല്ലാഹ് പറയാണ്, ഈ നേതാക്കന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ പ്രത്യേകത, അവർ നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന സഖാഫികൾ എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 കൊല്ലം മുമ്പുള്ള എൻ്റെ ഒരു പ്രഭാഷണം. അന്ന് ഞാൻ ആ ടൈറ്റിൽ സ്വീകരിച്ചപ്പോൾ എന്നോട് ജമിയത്തുൽ ഉലമയുടെ നേതാവ് ചോദിച്ചാണ് അങ്ങനെ വേണോ എന്ന്. ഒരു ജമിയത്തുൽ ഉലമയുടെ നേതാവിൻ്റെ ഗതികേടാണ് പറയുന്നത്. ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് നയിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തലക്കെട്ട്, ഖുർആൻ്റെ ഒരു വചനപ്രകാരം ഞാൻ തലക്കെട്ട് കൊടുത്തിട്ട് എന്നെ ശിക്ഷിച്ചൊരു ടീമുണ്ടായിരുന്നു ഇവിടെ കുറച്ച് മുമ്പ്. അല്ലാഹു സുബ്ഹാനഹു, നിങ്ങൾ നോക്ക്, ഖുർആനിലെ വചനല്ലേ ഞാൻ പറഞ്ഞത്, എൻ്റെ വകയല്ലല്ലോ. അവരെ നാം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കി. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കൊരു സഹായവും നൽകപ്പെടുകയില്ല. ഇനി നിങ്ങൾ ചിന്തിക്കുക, സ്വർഗത്തിലേക്ക് നയിക്കുന്ന വേറെ നേതാക്കന്മാരെ പറ്റി അല്ലാഹ് പറയുന്നുണ്ടോ? ഉണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. അത് വല്ലാത്തൊരു കാര്യമാണ്. അതെന്താ? വയാ ഖൗമി മാലി അദൂകും, എനിക്ക് എന്തോരനുഭവം. ഒരു നബിയുടെ വാഗവ, എൻ്റെ ജനങ്ങളെ, എനിക്ക് എന്തൊരനുഭവം. ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് ക്ഷണിക്കുന്നു. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. കണ്ടോ, നോക്ക് നിങ്ങൾ, ഖുർആന്റെ 10-ാം അധ്യായം 25-ാമത്തെ വചന. അള്ളാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഒരു പ്രവാചകനെ പറ്റി അല്ലാഹ് പറയുന്നത് എന്താ? ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു. മൻ നജായ റസൂലല്ലാഹ്, ആ ഫിർഖത്തുൻ നാജിയയുടെ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പക്ഷേ ഫതദൂനനി ഇലൻ നാർ, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി പറയുന്നൊരു ഹദീസുണ്ട്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് പഠിക്കുന്ന ഏതൊരാളും അവരുടെ പ്രബോധനത്തെ ക്ലിപ്തപ്പെടുത്തേണ്ടത് ഈ പോയിന്റിലാണ്. അതെന്തറിയോ? മസലി വമസലുക്കും കമസലു റജുലിൻ ഔഖദ നാറ. എൻ്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചൊരുവൻ്റെ ഉദാഹരണം പോലെയാണ്. ആ തീയിലേക്ക് വണ്ടും പാറ്റകളും ഒക്കെ വരുന്നുണ്ട്. അതിനെ തടുക്കുക എന്നുള്ളൊരു ദൗത്യ ഒരു വ്യക്തി ചെയ്യുന്ന പോലെ ഞങ്ങൾ അരക്കെട്ട് പിടിക്കുകയാണ്. എന്തിന്? നരകത്തിലേക്ക് പോകല്ലേ, നിങ്ങൾ എൻ്റെ കൈ തട്ടിക്കൊണ്ട് നരകത്തിലേക്ക് ചാടുകയാണ്.
ഇവിടെ നരകവും സ്വർഗവും കൃത്യമായിട്ട് പറയാൻ ശരിക്കും ചിന്തിച്ചു നോക്കൂ. എത്ര വലിയ ദുർവ്യാഖ്യാനം നടത്തിയിട്ടും അതിൽ ശടിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വലിയ പൈശാചിക പ്രേരണയാണ് പണ്ഡിതന്മാർക്ക് പോലും ഈ ലോകത്ത് നിലക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു തെറ്റാന്ന് പറഞ്ഞാൽ നാണം കെടുവോ? നാണം കെട്ടോട്ടെ. നമ്മൾക്ക് ഒരു അബദ്ധം പറ്റി പ്രസംഗത്തിൽ, നാളെ തിരുത്തിക്കോ. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവൻ അല്ല വിശ്വാസി. വിശ്വാസിയുടെ ക്വാളിറ്റിയാണ് തിരുത്തുക. വിശുദ്ധ ഖുർആന്റെ 3-ാം അധ്യായം 135-ാമത്തെ വചന. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? തിരുത്തുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്ര, അതുമായി ബന്ധപ്പെട്ടൊരു ഖുർആനിക വചനം കൂടി നിങ്ങൾ ശ്രദ്ധിക്കൂ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമുക്ക് സുപരിചിതം. സൂറത്ത് ബഖറ 255, 256, 257. അതിൽ 257-ാമത്തെ വചനം, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുകും മിനദ്ദുലുമാതി ഇലന്നൂരി വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. ഈ പോയിന്റ് ശരിക്ക് ചിന്തിക്കണം. സൂറത്ത് ബഖറയിൽ എന്താ പറയുക? വിശ്വസിച്ചവരുടെ രക്ഷാധികാരി അള്ളയാണ്, സമസ്തക്കാരുടെ രക്ഷാധികാരി വലിയകളാണ്. രണ്ടും വ്യത്യാസം. ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനല്ലദീന യുഖീമൂന സ്വലാ കൃത്യമായിട്ട് പഠിപ്പിച്ചു. ഇവിടെ പറയുന്നത് പിശാചാണ് അവിശ്വാസികളുടെ മിത്രം അഥവാ രക്ഷാധികാരി. എന്നാൽ മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരി അള്ളാഹുവാണ്. ഈ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാനും അള്ളാഹുവിലേക്ക് ചേർത്ത് ചിന്തിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? ആകാശം നിയന്ത്രിക്കുന്നത്, സൂര്യൻ നിയന്ത്രിക്കുന്നത്, ചന്ദ്രൻ നിയന്ത്രിക്കുന്നത്, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന ഒക്കെ സി എം അടവൂരാന്ന് പറയുന്നത്. സി എം അടവൂർ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് കൂട്ടിമുട്ടാതെ നിൽക്കുന്നത്. എവിടെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മൂപ്പര് കണ്ണടച്ച് ചെയ്താന്നാണ് മൊയ്ലിയാർ പ്രസംഗിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കണം. എവിടെ റസൂല് പറയണമെന്നറിയോ? ഒരു കണ്ണ് ഇമവെട്ടി തുറക്കണ നേരം നീ എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ എന്നാ. എത്ര വലിയ പിഴവ് ഇരുട്ടിലേക്കാണ്. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? പിശാച് അവരെ ക്ഷണിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ്. അതുകൊണ്ട് ആ ദുർമൂർച്ചികളെ അവർ ആരാധിക്കാതിരുന്നു കൊട്ടെ. അവരത്രേ നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും.